നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് ചില തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി എടുത്തു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കുകയില്ല എന്നും ഈ വ്യക്തിയുടെ ജീവിതം വെറുതെയാണെന്നുമുള്ള ഒരു നഗ്നമായ സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുവാനുള്ളൂ: ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഇവിടെ ഇൻസ്റ്റന്റ് കർമ്മയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തിരിച്ചടികൾ സംഭവിച്ചിട്ടുള്ളത്. തിരിച്ചടികൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വളരെയധികം നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ആ ഒരു ചിന്തകൾ പോലും ഈ വ്യക്തിയെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് പറയുവാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലും പുതിയ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഇവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യത്തിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അത്തരം വ്യക്തികളെ തുടച്ചു നീക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രം നിങ്ങളിൽ അറിഞ്ഞാൽ മതി: നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാകുമോ ഇല്ലയോ. പക്ഷേ നിങ്ങളുടെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനെ കുറിച്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്നേക്കുമായി ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വീട് വളരെയധികം വൃത്തിയാക്കി ശുദ്ധീകരിച്ച് നിർത്തുന്നത് പോലെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പുതിയ തുടക്കത്തിൽ ശുദ്ധീകരണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. കാരണം ഇത്രയും കാലം നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എല്ലാ തരത്തിലും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങളുമായി എന്നേക്കുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള കർമ്മകളും ചുരുളഴിയുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ ചുരുളഴിയുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും വളരെയധികം പേടിയോട് കൂടിയാണ്. കാരണം പലതരത്തിലുള്ള സത്യങ്ങളും ഇവിടെ ഈ വ്യക്തി പറയാതെ മാറ്റി നിർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് കൂടുതലും നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ശത്രുക്കളുടെ സാന്നിധ്യമായിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് ഒരുപാട് പേടി വരുന്നുണ്ട്. പക്ഷെ ആ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം മാറ്റി നിർത്താൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയുവാനുള്ളൂ: നന്നായി തന്നെ മുന്നോട്ട് പോകണം. ഇനിയെങ്കിലും ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ടും വളരെ അനുഗ്രഹീതമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങളെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മാത്രമാണ് നിങ്ങളിൽ പറയുവാൻ ഉള്ളത്:
അതെന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കണം എന്ന് മാത്രമാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അസൂയക്കാരായിട്ടുള്ള വ്യക്തികൾ നുഴഞ്ഞു കയറി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വ്യക്തികൾ, ആ നുഴഞ്ഞു കയറിയ ശത്രുക്കൾ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്, മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷെ അതൊരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇഷ്ടക്കേടുകളും പൊരുത്തക്കേടുകളും വിശ്വാസക്കുറവുകളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഇനി മുന്നോട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ദൃഢമായിരിക്കണമെന്ന് ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട്. ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ വെളിച്ചപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വെളിച്ചമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെയധികം വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം പടുത്തുയർത്താനാകും, അതിന് സാധിക്കും, അതിന് കഴിയും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലും പല രീതിയിലുമൊക്കെ മാറ്റങ്ങൾ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്നേക്കുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്ര വിധത്തിലുള്ള മാറ്റങ്ങളാണ്. ഈ വ്യക്തിക്ക് ശത്രുക്കൾ ആരെന്നും മിത്രങ്ങൾ ആരെന്നും മനസ്സിലായിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളും വിവരങ്ങളും ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വളരെ അധികം ആലോചിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുമാണ്, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞു പോയതുപോലെ ഇനിയും ആവർത്തിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത്. അതിനുവേണ്ടി ഈ വ്യക്തി എന്ത് കാര്യം ചെയ്യുവാനും ഈ പ്രണയബന്ധത്തെ സംരക്ഷിക്കുവാനും ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങളിൽ തന്നെയാണ് കിടക്കുന്നത്, നിങ്ങളുടെ എനർജിയിൽ തന്നെയാണ് ഇതെല്ലാം തന്നെ പ്രസന്റബിൾ ആയി ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ വ്യക്തി ഒരുപാട് പുതുപുത്തൻ ആശയങ്ങളോടുകൂടി തീരുമാനങ്ങളോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.